2023-24 കാലത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. ഈ മകരവിളക്ക് മഹോത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ സഹായിച്ച എല്ലാവരോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. മണ്ഡല മകരവിളക്ക് മഹോത്സവം ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോർഡിനേഷൻ്റെ വിജയമാണ് എന്നെല്ലാവർക്കും അറിയാം. നവംബർ 17 വൃശ്ചികം 1-നാണ് നട തുറക്കുന്നത്. നട തുറക്കുന്നതിന് 7 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളുടെയും അവലോകന യോഗത്തിന് തുടക്കം കുറിച്ചു. ആ മീറ്റിങ്ങിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതിനുശേഷം വകുപ്പ് മന്ത്രിയായ ദേവസ്വം വകുപ്പ് മന്ത്രിയായ ബഹുമാനായ ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി തവണയാണ് മീറ്റിങ്ങുകൾ കൂടിയത്. അതുമായി ബന്ധപ്പെട്ട് വകുപ്പുകളുടെ പ്രത്യേക മന്ത്രിമാർ അവർ തന്നെ അവരുടേതായ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേക യോഗങ്ങളും വിളിച്ചു കൂട്ടിയിരുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു കോർഡിനേഷനാണ് ശബരിമല ഉത്സവത്തിൻ്റെ വിജയമെന്ന് ഞങ്ങളെല്ലാം അഭിമാനത്തോട് ഓർക്കുന്നു. അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ വകുപ്പിലെയും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പോലീസിൻ്റെ ആയാലും റവന്യൂ വകുപ്പിൻ്റെ ആയാലും വൈദ്യുതി വകുപ്പിൻ്റെ ആയാലും വാട്ടർ അതോറിറ്റി ആയാലും ഫോറസ്റ്റ് ആയാലും ഫയർഫോഴ്സ് ആയാലും അങ്ങനെ ഒട്ടനവധി വകുപ്പുകളുടെ ഒരു കോർഡിനേഷൻ. ആ കോർഡിനേഷനിൽ വകുപ്പ് മന്ത്രിമാർ മുതൽ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥന്മാർ വരെയുണ്ട്. ഒട്ടനവധി നമുക്ക് നന്ദി പറഞ്ഞാലും മതി വരാത്ത ഒട്ടേറെ ഉദ്യോഗസ്ഥരുണ്ട്. അവരോടെല്ലാം കൃത്യമായി നന്ദി പറയുന്നു. എത്രയോ ഡോക്ടർമാർ, ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ദിവസങ്ങളോളം ഈ ശബരിമലയിൽ താമസിച്ച് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ ഉദ്യോഗസ്ഥന്മാർ, പോലീസായാലും പോലീസിൻ്റെ ഒരു സേവനം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല. ഒരു മണ്ഡലകാല മകരോത്സവം ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ പ്രസക്തി എല്ലാവർക്കും അറിയാം. അതിനൊക്കെ അധ്വാനം ചെയ്ത ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ ഒക്കെ ഉണ്ട്. അവരെല്ലാം അവരുടെ സേവനങ്ങൾ വളരെ നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. ഒട്ടനവധി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ലക്ഷോപലക്ഷം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടും ഭംഗിയായി ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചത്. അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വളരെ കൃത്യമായി ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും സേവനങ്ങൾ വളരെ മനസ്സിൽ ഓർക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം പൂർത്തിയാകുമ്പോൾ നമുക്ക് വരുമാനത്തിൻ്റെ കാര്യത്തിൽ 347,47,71,909 രൂപയാണ് ഈ വർഷത്തെ ആകെ വരുമാനം. 347,47,71,909 രൂപയാണ് ഈ വർഷത്തെ വരുമാനം. കഴിഞ്ഞ പ്രാവശ്യം ഇതേ ദിവസം വരെ 340,12,16,884 കോടി രൂപയായിരുന്നു. അതനുസരിച്ച് വ്യത്യാസം ഇപ്രാവശ്യം 10,35,55,025 രൂപ അധികമായി കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായി വന്നിട്ടുണ്ട്. 10,35,55,025 രൂപയുടെ വർധനവ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഈ വർഷം വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കാണിക്ക ഏതാണ്ട് എണ്ണി തീർന്നിട്ടില്ല. കാണിക്കയിൽ ഏതാണ്ട് ഒരു 10 കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒരു 10 കോടി രൂപ വരുമെന്ന് വിചാരിക്കുന്നു. മറ്റ് നിലയ്ക്കൽ, അതുപോലെ തന്നെ എരുമേലി എന്നിവിടങ്ങളിലെ വരുമാനവും നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതും കൂടി കിട്ടുമ്പോൾ കുറച്ചുകൂടി വരുമാന വർധനവ് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്രാവശ്യത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ബോർഡ് പ്രസിഡന്റും ബോർഡ് മെമ്പർമാരും എല്ലാം തന്നെ ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തേക്കാൾ കുറച്ചുകൂടി മികച്ച സൗകര്യങ്ങൾ അടുത്ത പ്രാവശ്യം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, നമ്മളിവിടെ നേരിട്ട് കണ്ട അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കുറച്ചുകൂടി മികച്ച സൗകര്യങ്ങൾ അടുത്ത പ്രാവശ്യം ചെയ്യുവാൻ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുമെന്ന് കൂടി പറയുവാൻ ഞാൻ അവസരം വിനിയോഗിക്കുന്നു.